ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് ട്രെയിനിന്റെ അന്തിമ അതിവേഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈറ്റ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിനും സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. വർക്കല ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കം. ദേശീയ ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. ആഭ്യന്തര വിപണിയിലെ ആവശ്യകത വർദ്ധിച്ചതും മിതമായ തോതിലുള്ള പണപ്പെരുപ്പവുമാണ് വളർച്ചയെ ശക്തിപ്പെടുത്തുന്നത്. കേന്ദ്രത്തിന്റെ സൂക്ഷ്മ സാമ്പത്തിക നയങ്ങളും ഇതിന് സഹായകമാണ്. അനുകൂലമായ സാമ്പത്തിക സാഹചര്യവും സാമ്പത്തിക വിപണികളിലെ കുറഞ്ഞ ചാഞ്ചാട്ടം ആഭ്യന്തര സാമ്പത്തിക സംവിധാനത്തിന് സ്ഥിരത നൽകുന്നു. അതേസമയം ആഗോള രാഷ്ട്രീയ സംഭവ വികാസങ്ങളും വ്യാപാര സംബന്ധിയായ അനിശ്ചിതത്വവും വെല്ലുവിളി ഉയർത്തുന്നതായും RBI റിപ്പോർട്ടിൽ പറയുന്നു. വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് ട്രെയിനിന്റെ അവസാനഘട്ട അതിവേഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ രാജസ്ഥാനിലെ കോട്ട നാഗ്ദ സെക്ഷനിൽ നടന്ന പരീക്ഷണത്തിൽ ട്രെയിൻ മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ കുതിച്ചു. സുരക്ഷാ പരീക്ഷണത്തിന്റെ വീഡിയോ സമൂഹമാധ്യമമായ എക്സിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പങ്കുവച്ചു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് ജനകീയ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈറ്റ് ഫോർ വെൽനസ് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. നല്ല ഭക്ഷണശീലം, വ്യായാമം, ഉറക്കം, വിശ്രമം, മാനസിക സുസ്ഥിതി എന്നിവയെക്കുറിച്ച് ഇതിലൂടെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും. സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പഠന പരിപാടിയായ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് ഇന്ന് തുടക്കം. വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന വിഭാഗങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരള ജനതയെ ഉയർത്തുന്ന നവകേരള രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഇത് ആരംഭിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ തേടിയും വികസന ചർച്ചകളിലും സർക്കാരിന്റെ നയരൂപീകരണത്തിലും അവരെ പങ്കാളികളാക്കുകയുമാണ് നവകേരള സർവേയുടെ പ്രധാന ലക്ഷ്യം. ഇന്നു മുതൽ ഈ മാസം 31 വരെ നടക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയിൽ 85,000 സന്നദ്ധ പ്രവർത്തകരാണ് പങ്കാളികളാകുന്നത്. 2 പേരടങ്ങുന്ന വിവിധ ടീമുകളാണ് വീടുകളിലെത്തി പഠന പ്രവർത്തനം നടത്തുന്നത്. ശേഖരിക്കുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും മൊബൈൽ ആപ്പ് വഴി രേഖപ്പെടുത്തും. നേരിട്ട് അഭിപ്രായം അറിയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോർട്ടൽ വഴി അതിനുള്ള സൗകര്യമൊരുക്കും. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ശബരിമല സന്ദർശിച്ചു. ശബരിമലയിൽ എത്തുന്ന കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വിവിധ വകുപ്പുകൾ സ്വീകരിക്കുന്ന നടപടികൾ അറിയാനാണ് കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ, അംഗങ്ങളായ B മോഹൻകുമാർ, KK ഷാജു എന്നിവർ സന്നിധാനം സന്ദർശിച്ചത്. ADGP S ശ്രീജിത്ത്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരുമായി കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തി. അതിനിടെ പുതുവത്സര ദിനമായ ഇന്ന് സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക നിവാരണത്തിനായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ ഫെബ്രുവരി 28 വരെയാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ അറിയിച്ചു. സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കുമാണ് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2026 ബാധകമായിട്ടുള്ളത്. വർക്കല ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും. രാവിലെ ശിവഗിരി ശാരദാ മഠത്തിൽ നിന്ന് 108 പുഷ്പകലശങ്ങളുമായുള്ള പ്രയാണവും മഹാസമാധി പീഠത്തിൽ പൂജയും നടന്നു. ശ്രീനാരായണ പ്രസ്ഥാന സംഗമം പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചു എന്നതാണ് ഗുരുദേവൻ ലോകത്തിന് നൽകിയ സംഭാവനയെന്ന് അദ്ദേഹം പറഞ്ഞു. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശ്വസിച്ച കേരളത്തിലാണ് ഇത്ര വലിയൊരു സാമൂഹിക വിപ്ലവം നടത്താൻ ഗുരുദേവന് കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ ഗുരുദേവൻ വിശ്വഗുരു തന്നെയാണ്. കാടുകൾ പിടിച്ചതും മധ്യമാനസത്തിന്റെ മേടുകൾ നിരത്തിയിട്ടൊക്കെയും സമമാക്കി കനിവും അഹിംസയും പ്രേമവും ഒലിപ്പിച്ച് നനവുണ്ടാക്കി ശുദ്ധ സാത്വിക സംസ്കാരത്തിൽ ശാന്തജീവിതം വിതച്ചു എന്നുള്ളതാണ് ഗുരുദേവൻ ലോകത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്ന് കരുതാനാണ് എളിയവനായി ഞാൻ ആഗ്രഹിക്കുന്നത്. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കം. രാവിലെ 7-ന് മന്നം സമാധിയിൽ NSS നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. വിദ്യാഭ്യാസ സമുച്ചയ മൈതാനിയിൽ ഒരുക്കിയ മന്നം നഗറിലാണ് ഇന്നും നാളെയുമായി ജയന്തി ആഘോഷങ്ങൾ നടക്കുക.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ ജനുവരി 4 രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ ഞായറാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു വകുപ്പാണ് രജിസ്ട്രേഷൻ വകുപ്പ്. 1865 ആരംഭിച്ച ഈ സംവിധാന പ്രകാരം ആദ്യ രജിസ്ട്രേഷൻ നടന്നത് 1867 ജനുവരി 4 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് ബംഗളൂരുവിൽ തുടക്കമായി. രാജ്യത്തുടനീളമുള്ള 1000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ലീഗ് കം നോക്കൌട്ട് ഫോർമാറ്റിലാണ് നടക്കുന്നത്. ദേശീയ സീനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 11 മുതൽ 15 വരെ തെലങ്കാനയിലും ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് 31 മുതൽ ഫെബ്രുവരി 4 വരെ ഹരിയാനയിലും അരങ്ങേറും. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് സഞ്ചാരികൾ. സുരക്ഷയും അടിസ്ഥാന സൌകര്യങ്ങളുമടക്കം വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സഞ്ചാരികൾ ഇടുക്കിയിലെത്തുന്നത്. ഒരാഴ്ചക്കിടെ 2.5 ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇടുക്കിയിൽ സന്ദർശനം നടത്തിയതായാണ് ഔദ്യോഗിക കണക്കുകൾ. സഞ്ചാരികളുടെ തിരക്ക് മൂലം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനായി പ്രത്യേക സേനയെ നിയോഗിച്ചിരുന്നു. ലഹരി ഉപയോഗം മുന്നിൽ കണ്ട് എക്സൈസും പോലീസും കനത്ത പരിശോധനയാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഇടുക്കി കരിങ്കുന്നത്തിന് സമീപം ബസ് അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 12 പേർക്ക് പരിക്ക്, 3 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗോത്ര യുവാവിന് പരിക്ക്. ബത്തേരി നൂൽപ്പുഴ കുമഴി വനഗ്രാമത്തിലെ ചുക്കാലിക്കുനി കാട്ടുനായ്ക്ക ഉന്നതിയിലെ മണിക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 9:30 ആക്രമണമുണ്ടായത്. കാച്ചൽ കൃഷിക്ക് കാവൽ നിൽക്കുമ്പോഴാണ് ആക്രമണം. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മണിയെ പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ ഇന്നു മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഇന്നുച്ചയ്ക്ക് 1:45 ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജുമായുള്ള സംഭാഷണം കേൾക്കാവുന്നതാണ്. ഇന്ന് DRDO സ്ഥാപക ദിനം. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ DRDO നിർണായക പങ്ക് വഹിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. DRDOയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞനായിരുന്നു മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. സംസ്ഥാന പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ പൈതൃകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കണ്ണൂരിന്റെ ചരിത്രപരമായ പ്രാധാന്യവും സാംസ്കാരിക തനിമയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പൈതൃകോത്സവം സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ നഗരത്തിലും മുണ്ടേരി, അറക്കൽ, ബർണശ്ശേരി എന്നിവിടങ്ങളിലുമായാണ് പരിപാടികൾ ഒരുക്കുക. പുതുവത്സര ആഘോഷങ്ങൾക്കിടയിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെ സന്ദർശിച്ച് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. പോലീസുകാർക്ക് അദ്ദേഹം പുതുവത്സര ആശംസകൾ നേരുകയും കേക്കുകൾ സമ്മാനിക്കുകയും ചെയ്തു. കണ്ണൂർ, മുഴപ്പിലങ്ങാട്, തലശ്ശേരി, ന്യൂ മാഹി എന്നിവിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലും പിക്കറ്റ് പോസ്റ്റുകളിലുമാണ് കമ്മീഷണർ സന്ദർശനം നടത്തിയത്. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും വേണ്ടിയുള്ള സ്പ്രീ പദ്ധതിയുടെ കാലാവധി ഈ മാസം 31 വരെ നീട്ടി. 2025 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് ESI കോർപ്പറേഷൻ കാലാവധി നീട്ടിയത്. രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും ജീവനക്കാർക്കും പരിശോധനകളോ മുൻകാല കുടിശ്ശികകളോ രേഖകളോ കൂടാതെ ESIയിൽ അംഗമാകാനുള്ള അവസരമാണ് ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ വളർച്ച തുടരുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ എക്സ്പ്രസ് ട്രെയിനിന്റെ അവസാനഘട്ട അതിവേഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയായി. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെയുള്ള ബൃഹത്തായ ഇടപെടലാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമായി. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിനും സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. വർക്കല ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും. മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് പെരുന്നയിൽ തുടക്കം. ദേശീയ ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ബംഗളൂരുവിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.